ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്നറിയോ? പ്രതികാര ചിന്ത പാടില്ല എന്നുള്ളതാണ്. ആരോടാണെങ്കിലും നിന്നെ ഇന്നലെകളില് ശാരീരികമായി ഉപദ്രവിച്ച വ്യക്തികള്, മാനസികമായി തളർത്തിയ വ്യക്തികള്, നിനക്കെതിരെ പരദൂഷണങ്ങൾ പടച്ചുവിട്ട വ്യക്തികള്, നിന്നെ അവഗണിച്ച വ്യക്തികള്, മാറ്റി നിർത്തിയ വ്യക്തികള്, ആര് തന്നെ ആവട്ടെ, പ്രതികാരം നിന്റേതല്ല. നിന്റെ ഉള്ളിൽ പ്രതികാര ചിന്തകൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ കുടികൊള്ളത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധിയുടെ ആത്മാവാ, വിശുദ്ധിയുടെ ആത്മാവാ, സത്യത്തിന്റെ ആത്മാവാ. ആ ആത്മാവ് നിന്റെ ഉള്ളിൽ ഉണ്ടാകത്തില്ല. നിന്റെ ഉള്ളിൽ പ്രതികാര ചിന്തകളും വെറുപ്പോ വൈരാഗ്യമോ ശത്രുതാ മനോഭാവമോ ഉണ്ടെങ്കിൽ ഈശോ നിന്റെ ഉള്ളില് ഉണ്ടാകത്തില്ല. മറിച്ച് വെറുപ്പിന്റെ അരൂപി സാത്താനായിരിക്കും ആ ഹൃദയത്തില് രാജാവായി വാഴുക. വചനം പറയുന്നുണ്ടല്ലോ, മത്തായി 6:14, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കണം, എങ്കിലേ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോടും ക്ഷമിക്കത്തുള്ളൂ. ഞാൻ കാണുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വേദനിപ്പിച്ച വ്യക്തികൾക്കെതിരെ കള്ളക്കേസുകൾ കൊടുക്കുക, അവർക്കെതിരെ നുണ പ്രചരിപ്പിക്കുക, എല്ലാ വിധത്തിലും ഉപദ്രവിക്കുക. ചില കേസുകളിലൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്, ഈ ശത്രുത കാരണം സ്വന്തം അനിയനെതിരെ കൂടോത്രം ചെയ്യുക, സ്വന്തം ചേച്ചിക്കെതിരെ മന്ത്രവാദം ചെയ്യുക, സ്വന്തം മകനെതിരെ പോലും കൂടോത്രം ചെയ്യുന്ന മാതാപിതാക്കൾ. എന്താ ഇത്? ശത്രുതാ മനോഭാവം ഇങ്ങനെ പെരുകി അന്യൻ നശിക്കണമെന്നുള്ള ചിന്ത കാരണം എന്തൊക്കെ മാർഗങ്ങളാ മനുഷ്യനെതിരെ പടച്ചു വിടുന്നത്. അതുകൊണ്ട് അച്ഛൻ പറയാണ്, ആരോടും ശത്രുത പാടില്ല. ശത്രുത മനസ്സിൽ വന്ന നീ അവർക്കെതിരെ റിവെഞ്ച് എടുക്കാൻ തീരുമാനിച്ച ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ നിന്ന് വിട്ടുപോകും. ദൈവത്തിന്റെ കൃപകളൊന്നും നിന്നിലേക്ക് വരില്ല. നീ ക്ഷമിച്ചോ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ക്ഷമിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹത്തിന്റെ മേൽ അനുഗ്രഹം. ക്ഷമിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിത വീഥികളില് കർത്താവിന്റെ കൃപയുണ്ടാകും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ ക്ഷമിക്കാനുള്ള കൃപ നൽകണമേ എന്ന്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.